Hi everyone, it's me Rahul. Welcome to Chat Talk. Sorry, പേര് മാറ്റി. മൈൻഡ് ട്രെൻഡ് എഫക്ട്സ്. ഓക്കെ, സോ ഇന്ന് നമ്മുടെ എൻട്രി സൂപ്പറായിരുന്നു അല്ലേ. അതായത് നമ്മൾ നിഫ്റ്റിയിൽ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരുപാട് പേര് ഇന്ന് എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേര് നല്ല നല്ല പി&ലിലേക്ക് അയച്ചു തന്നു. ഹാപ്പി ആയിരുന്നു. പിന്നെ എൻ്റെ സ്റ്റുഡൻസൊക്കെ നല്ല ഓസമായിട്ട് ട്രേഡ് ചെയ്യാൻ തുടങ്ങി. അതായത് നമ്മൾ ടെക്നിക്കൽ ആയിട്ട് ഇത് പഠിക്കാൻ തുടങ്ങിയിട്ട് ജസ്റ്റ് 1-3 days ആയിട്ടുള്ളൂ. അപ്പോൾ തന്നെ അവർക്ക് നല്ലോണം ട്രേഡ് ചെയ്യാൻ തുടങ്ങി. സോ ഞാൻ ഇന്ന് ഗ്രൂപ്പിലിട്ട് നമ്മുടെ പി&എല്ലാം മാക്സിമം എൻ്റെ സ്റ്റുഡൻസിൻ്റെ പി&ലായിരുന്നു. സോ ലേൺ ട്രേഡിങ് ആൻഡ് ഏൺ മണി ഫ്രം ദ മാർക്കറ്റ്. ഓക്കെ, ആദ്യം ട്രേഡിങ് പഠിക്കുക, എവിടെന്നെങ്കിലും പഠിക്കുക. സോ നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് അവിടെ പോയി പഠിക്കുക. എന്നിട്ട് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇൻവെസ്റ്റ് ഓൺ യു ഫസ്റ്റ് ആൻഡ് ഇൻവെസ്റ്റ് ഓൺ മാർക്കറ്റ്. ഓക്കെ, സോ നിഫ്റ്റിയിൽ എൻട്രി ഉണ്ടായിരുന്നു, നമുക്ക് ദൽഭാരതിൽ എൻട്രി ഉണ്ടായിരുന്നു, GMR എയർപോർട്ട്സിൽ എൻട്രി ഉണ്ടായിരുന്നു, ആൻഡ് പിന്നെ എന്തിലായിരുന്നു നമ്മുടെ IDFC ഫസ്റ്റ് ബാങ്കിൽ എൻട്രി ഉണ്ടായിരുന്നു. ഒരുപാട് നല്ല നല്ല എൻട്രി ഉണ്ടായിരുന്നു. സൂപ്പർ എൻട്രീസ് ആയിരുന്നു എല്ലാം ഉണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് പിന്നെ വേറെ എന്തായിരുന്നു എൻട്രി? ഇതായിരുന്നു, ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ചാർട്ടിലൊന്ന് എൻട്രി ചെയ്തതിൽ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ. സോ നാളെ നിഫ്റ്റി ടൈം കളയാതെ, ഞാൻ ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞുള്ളതാണ്, വീഡിയോ ലേറ്റ് ആവുന്നത്. സോ ടൈം കളയാതെ വേഗം നമുക്ക് നിഫ്റ്റിയിലോട്ട് പോയിട്ട് നിഫ്റ്റിയുടെ ചാർട്ട് നാളത്തെ എന്താണ് നാളെ നിഫ്റ്റിയുടെ അവസ്ഥ എന്ന് ജസ്റ്റ് നോക്കിയിട്ട് വരാം. നമുക്ക് ലെവൽസൊക്കെ ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഒരുപാട് ഇന്ന് വരയ്ക്കാൻ നിൽക്കുന്നില്ല ഞാൻ. ജസ്റ്റ് ഒരുപാട് ലേറ്റായി, 11:38 ആയി ഓൾറെഡി നിങ്ങളുടെ ഇന്ത്യൻ ടൈം. സോ നമുക്ക് പെട്ടെന്ന് നിഫ്റ്റി ചാർട്ടിലോട്ട് പോകാം. ഓക്കെ, ഓക്കെ, നമ്മുടെ ചാർട്ട് ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. സോ നമ്മുടെ ഇതായിരുന്നു നിഫ്റ്റിയുടെ ഇന്നത്തെ വ്യൂ. ഇന്നത്തെ എൻട്രി ഇതായിരുന്നു. മാർക്കറ്റ് ഒരു ഗ്യാപ് ഡൗണിൽ വീണു, നല്ലൊരു സെല്ലിംഗ് പ്രഷർ. ഓക്കെ, സോ ഒരുപാട് ആൾക്കാർ എന്താണ് എൻട്രി ചാടിക്കയറി ഷോർട്ട് ചെയ്തിട്ടുണ്ടാവും, പഠിക്കാതെ ചെയ്യുന്നവർ. ബട്ട് മൈ സ്റ്റുഡൻസ് അവർക്ക് അറിയായിരുന്നു ഗ്യാപ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ദ ക്യാൻഡിൽ പാറ്റേൺ, എന്താണ് ഈ ക്യാൻഡിൽ പാറ്റേൺ എന്ന് അവർക്ക് മനസ്സിലായി. ഓക്കെ, ആൻഡ് എങ്ങനെയാണ് ഒരു ക്യാൻഡിലിനെ പ്രൈസ് ആക്ഷനിൽ മനസ്സിലാക്കേണ്ടതെന്നും സ്റ്റുഡൻസ് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, കമൻറ്റ് ചെയ്യുക എന്തായിരുന്നു ക്യാൻഡിൽ പാറ്റേൺ എന്ന് സ്റ്റുഡൻസ് താഴെ കമൻറ്റ് ചെയ്യുക. എന്നിട്ട് ഈ ക്യാൻഡിലിൽ എത്ര ബയർ ഉണ്ടെന്ന് നിങ്ങളെ ഞാൻ എങ്ങനെ പഠിപ്പിച്ചെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സ്റ്റുഡൻസ് ഇത് കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. സഹീർ, ജോബിൻ ബ്രോ, അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലോ, എല്ലാവരും കമൻറ്റ് ചെയ്യണം. ഓക്കെ, ആൻഡ് ഇത് നേരെ വന്നിട്ട് നമ്മുടെ ടാർഗറ്റ് ഏകദേശം ഈ ഞാൻ ഡേ ഹൈ ആയിരുന്നു ടാർഗറ്റ് വെച്ചിരുന്നത്. ഡേ ഹൈയുടെ വരെ ഇതായിരുന്നു ടാർഗറ്റ് വെച്ചിരുന്നത്. ഓക്കെ, ഡേ ഹൈ ഈ ലൈനായിരുന്നു ടാർഗറ്റ് വെച്ചിരുന്നത്. ഈ ലൈൻ, അതാണ് ഈ ചുവന്ന ലൈനിലൂടെ വരച്ചിട്ടുള്ളത്. ടാർഗറ്റ് ഹിറ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്തു. നമ്മുടെ ആ ഒരു ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ കയറാൻ ശ്രമിച്ച് നടന്നില്ല, ഫെയിലായി നിൽക്കുകയായിരുന്നു. ഓക്കെ, നാളെ എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് അനലൈസ് ലെവൽസ് എന്ന് പറഞ്ഞിട്ട് പോവാം. ഓക്കെ, സോ ഇതെല്ലാം ഞാൻ കളയാണ്. പിന്നെ നമ്മുടെ എൻട്രി വന്നത് ഒന്ന് ഏതായിരുന്നു? IDFC ഫസ്റ്റ് ബാങ്ക്. സൂപ്പർ, IDFC ഫസ്റ്റ് ബാങ്ക് ഫസ്റ്റ് ക്യാൻഡിൽ കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻട്രി എടുത്തു. നല്ല പറന്ന് പോയി. ഓക്കെ, GMR എയർപോർട്ട്സ് അവിടെ പോയി. GMR എയർപോർട്ട്സ്. സോ അത് എൻട്രി എടുത്തു, ടാർഗറ്റ് ഹിറ്റ് ചെയ്തു, താഴോട്ട് പോയി. നമ്മൾ എൻട്രി എടുത്താൽ നമ്മുടെ ടാർഗറ്റ് കഴിഞ്ഞ് നമ്മൾ എക്സിറ്റ് ആവും. ഓക്കെ, അതായിരുന്നു GMR എയർപോർട്ട്സിലെ എൻട്രി. ആൻഡ് വൺ മോർ ഉണ്ടായിരുന്നു, വേറെ ഒന്നും കൂടെ ഉണ്ടായിരുന്നു, വിപ്രോ. ഓക്കെ, വിപ്രോ സൂപ്പർ. സി ടാർഗറ്റ് ഹിറ്റ് 262 പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ടാർഗറ്റ്. അത് ലോസമായിട്ട് ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്തു, എന്നിട്ട് പുഷ് ബാക്ക് ചെയ്തു. അത് എൻട്രി എടുത്ത് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് കളിപ്പിച്ചത് നമ്മളെ. ഓക്കെ, ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റോപ്പ് ലോസിന് വെയിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാം. ഓക്കെ, അതും സൂപ്പറായിരുന്നു. സോ നമ്മുടെ ഇന്നലത്തെ എൻട്രിയൊക്കെ വളരെ സൂപ്പറായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമുക്ക് നാളെ പെട്ടെന്ന് നാളത്തെ ചാർട്ടിലോട്ട് പോകാം. ഓക്കെ, 1 hourലോട്ട് നേരെ നമ്മൾ പോകാം. 1 hourലോട്ട് ഡെയിലി ഒന്ന് എന്താ ചെയ്യുന്നത് നമുക്ക് ഡെയിലി നോക്കാം. ഡെയിലി നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി താഴെ വന്ന് വീണു, എന്നിട്ട് നേരെ ഇവിടെ ഒന്ന് ക്ലോസ് ചെയ്തു. ബട്ട് ഡെയിലി നമുക്കൊരു ബിയറിഷ് ക്യാൻഡിലാണ് കാണുന്നത്. കാരണം എന്താ വെച്ചാൽ ഹൈ ബ്രേക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മൾ ആ ഓപ്പൺ ചെയ്ത ഏരിയ തന്നെ അത് ക്ലോസ് ചെയ്തു തിരിച്ചു വന്നിട്ട്. ഏകദേശം
താഴോട്ട് വന്നിട്ട് മുകളിലോട്ട് പോയി. അതുകൊണ്ടാണ് ഇങ്ങനെ ക്യാൻഡിൽ കാണിക്കുന്നത്. സോ നാളെ നമ്മുടെ എൻട്രി സിമ്പിളാണ്. നാളെ നമ്മൾ എൻട്രി ഇതിൻ്റെ മുകളിൽ വരികയാണെങ്കിൽ, ഈ ഒരു ഹൈയുടെ മുകളിൽ നാളെ എൻട്രി വരികയാണെങ്കിൽ നാളെ നിഫ്റ്റിയിൽ എൻട്രി എടുക്കും. ജസ്റ്റ് നമുക്കിത് വരയ്ക്കാം. ഓക്കെ, നാളെ നമ്മുടെ നിഫ്റ്റി ഈ ഹൈയുടെ മുകളിൽ വരികയാണെങ്കിൽ, അതായത് 26,057 മുകളിൽ നിഫ്റ്റി ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നാളെ നമുക്കൊരു ബൈ എൻട്രി മുകളിലുണ്ടാവും. 26,105 ആണ് നമ്മുടെ ടാർഗറ്റ്. അതല്ല 1 അവറിലിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഈ ഒരു ഏരിയയിലാണ് നിഫ്റ്റി നിൽക്കുന്നതെങ്കിൽ നാളെ നമ്മൾ നോ ട്രേഡിംഗ് ഡേ ആയിട്ട് എടുക്കും. നാളെ എക്സ്പയറി ഡേ കൂടിയാണ്. സോ നാളെ ഇതിൻ്റെ മുകളിലാണെങ്കിൽ മാത്രമേ നമ്മൾ എൻട്രി പോകത്തുള്ളൂ. 26,057. So our entry is above 26,057 and first target 26,105 and second target 26,184. Between this two prices, അതായത് 26,014ൻ്റെയും 25,937ൻ്റെയും ഈ ഏരിയയിൽ നമ്മുടെ നോൺ ട്രേഡിംഗ് സോൺ ആയിരിക്കും. നമ്മൾ ട്രേഡ് ചെയ്യത്തില്ല. വി വിൽ വെയിറ്റ് ഫോർ എ ഗുഡ് ബ്രേക്ക് ഔട്ട്. സോ നാളെ ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ നിഫ്റ്റിക്ക് പോവുകയാണെങ്കിൽ നാളെ നമുക്ക് എൻട്രി എടുക്കാം. ഓക്കെ, സിമ്പിളാണ്. ഈ ഒരു ഏരിയയിൽ നോ ട്രേഡിംഗ് സോൺ ആയിരിക്കും. മോസ്റ്റ് പ്രോബബിലി നാളെ ഒരു നോൺ ട്രേഡിംഗ് ഡേ ആകാൻ ചാൻസ് ഉണ്ട്. ആഫ്റ്റർനൂൺ നമുക്ക് നോക്കാം വല്ല മൂവ്മെൻറ്റ് വരുമെന്ന്. കാരണം നാളെ എക്സ്പയറി ഡേ ആണ് നിഫ്റ്റിയുടെ. നമുക്ക് നോക്കാം നാളെ എന്താണ് നമ്മുടെ സിറ്റുവേഷൻ എന്ന്. സോ നമ്മുടെ നാളത്തെ ലെവല് മാറ്റങ്ങളൊന്നുമില്ല. ലോ ഇത് തന്നെയാണ്. ഡേ ഹൈയുടെ മുകളിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യണം. ഈ ഒരു ഏരിയയിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് ഡിപ്പോ എല്ലാം കിട്ടിയിട്ട് നല്ല ഒരു എൻട്രി ഉണ്ടെങ്കിൽ നമുക്ക് താഴെ നിന്ന് എൻട്രി എടുക്കാം. എന്തായാലും താഴോട്ട് ഒരു എൻട്രി ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുന്നവരെ 1226 ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുന്നവരെ 25,900 ബ്രേക്ക് ചെയ്യുന്നവരെ നമുക്ക് ഒരു പുട്ട് എൻട്രി നമുക്കില്ല. ബൈ എൻട്രിയാണ് ഞാൻ ഫോക്കസ് ചെയ്യുക. അതൊരു ഡിപ്പ് എന്നൊക്കെ കിട്ടുകയാണെങ്കിൽ ബൈ ചെയ്യും, അല്ലെങ്കിൽ ഹൈ ബ്രേക്ക് ആണെങ്കിൽ ബൈ ചെയ്യും. ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നാളെ നോ ട്രേഡ്. ഓക്കെ, സോ ചെറിയ വീഡിയോ ആണ്, പെട്ടെന്ന് തന്നെ വൈൻഡപ്പ് ചെയ്യാണ് ഞാൻ. ആൻഡ് ദിസ് ഈസ് നോട്ട് എ ബൈ ആൻഡ് സെൽ റെക്കമെൻഡേഷൻ. സ്ട്രിക്ട്ലി ദിസ് ഈസ് ഓൺലി ഫോർ ദ എഡ്യൂക്കേഷൻ പർപ്പസ്. നിങ്ങളെ ഓൺ അനാലിസിസ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറിൽ നിന്ന് അഡ്വൈസ് എടുത്തിട്ട് ട്രേഡ് ചെയ്യുക. ഓക്കെ, ഇതൊരു ബൈ ആൻഡ് സെൽ റെക്കമെൻഡേഷൻ ആയിട്ട് നിങ്ങൾ എടുക്കരുത്. ദിസ് ഈസ് ഓൺലി ഫോർ ദ എഡ്യൂക്കേഷൻ പർപ്പസ്. ഓക്കെ, ആസ് പെർ സെബി റെഗുലേഷൻസ്. ഓക്കെ, സോ നമുക്ക് നാളെ കാണും വരെ. ബൈ, ഗുഡ് നൈറ്റ്.